സംസ്ഥാന സർക്കാരിനെയും CPM-നെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് സ്വർണ്ണപ്പാളി വിവാദത്തിൽ 2019 ദേവസ്വം ബോർഡിനെ വിരൽ ചൂണ്ടിയുള്ള FIR. CPM ഭരിക്കുന്ന വകുപ്പിൽ CPM നിയമിച്ച ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്ന കാലത്താണ് ക്രമക്കേട് നടന്നത്. പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന നിലപാടാണ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ സ്വീകരിച്ചത്. വിഷയം രാഷ്ട്രീയമായി കത്തിക്കാൻ പ്രതിപക്ഷവും തീരുമാനിച്ചിട്ടുണ്ട്. 2019 ദേവസ്വം ബോർഡിനെ സംശയത്തിൽ നിർത്തുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഈ കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം പ്രസിഡന്റായിരുന്നത് പത്തനംതിട്ടയിലെ CPM-ന്റെ പ്രധാന നേതാവ് A. പത്മകുമാർ. ദേവസ്വം വിജിലൻസ് ബോർഡിലേക്ക് സംശയമുന നീട്ടിയതോടെ പാർട്ടിയും സംസ്ഥാന സർക്കാരും പ്രതിസന്ധിയിലായിട്ടുണ്ട്. എന്നാൽ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായില്ല. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോയി. 2019 SIT അന്വേഷണത്തിൽ ആര് പ്രതിയായാലും നടപടി ഉറപ്പാണെന്നും കള്ളന്മാരെയെല്ലാം ജയിലിലടയ്ക്കുമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. SIT അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാലും X or Y എന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞു. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഗവൺമെന്റ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഖം നോക്കാത്ത നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ആരായിരുന്നാലും എത്ര സ്വാധീനമുള്ളവരായിരുന്നാലും ഏത് പാർട്ടി നേതാവായിരുന്നാലും മുഖം നോക്കാതെയുള്ള നടപടി തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. യഥാർത്ഥ കുറ്റവാളികൾ ഒളിഞ്ഞിരിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അയ്യപ്പന്റെ മുതൽ കട്ടവർക്ക് ആരായാലും അവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്നത് വരെയുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അന്തസ്സുള്ളവരാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് അവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് മന്ത്രി മാത്രമല്ല, അതേപോലെ തന്നെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്. 6 ആഴ്ചത്തെ സമയം അന്വേഷണത്തിന് നൽകിയിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ നൽകിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.